Hello all, welcome to the 15th session of International Business. ഇന്നത്തെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഇന്ന് വരുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ അതിന്റെ ഫങ്ഷൻസ് ഉണ്ട്, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം, SDRും SDRന്റെ മെക്കാനിസവും ഇതെല്ലാം വിശദമായിട്ട് അറിയേണ്ട പ്രധാനപ്പെട്ട ഏരിയയാണ്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആവിർഭാവം നമുക്കറിയാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ബ്രെറ്റൻ വുഡ്സ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എക്കണോമിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഒന്ന് IMF, മറ്റൊന്ന് വേൾഡ് ബാങ്കും. ഇത് രണ്ടും ആരംഭിക്കുന്നത് ബ്രെറ്റൻ വുഡ് കോൺഫറൻസിന് ശേഷമാണ്. ബ്രെറ്റൻ വുഡ് കോൺഫറൻസ് രണ്ടാം ലോക മഹായുദ്ധം വരുത്തി വെച്ചിട്ടുണ്ടായിരുന്ന വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളുടെ ബിസിനസ് ആകെ പ്രശ്നത്തിലായി. അവ റീകൺസ്ട്രക്ട് ചെയ്തൊക്കെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടുകൾ നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെയാണ് വേൾഡ് ബാങ്ക് ആരംഭിക്കുന്നത്. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡിങ്ങിന് ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഷോർട്ട് ടേം ലിക്വിഡിറ്റി എൻഷർ ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകത കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു പേർപ്പസിനെ മുന്നിൽ കണ്ടിട്ടാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരികയും ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഇവ രണ്ടുമാണ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒന്ന് IMF, മറ്റൊന്ന് വേൾഡ് ബാങ്കുമാണ്. കൂടാതെ മറ്റു സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് UNCTAD. UNCTAD യുണൈറ്റഡ് നേഷൻസിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവയൊക്കെയാണ് ഇന്റർനാഷണൽ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാൻ വരുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതുപോലെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ആയിട്ട് വന്ന് അത് പിന്നീട് വേൾഡ് ബാങ്ക് ആയിട്ട് മാറിയ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ IMF ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ ആദ്യം അറിഞ്ഞു വയ്ക്കണം. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF വരുന്നത് 27th December 1945 ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC USA. ഇപ്പോഴത്തെ മെമ്പർഷിപ്പ് 189 ആണ്. അന്ന് 44 പേരായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ അത് സൈൻ ചെയ്യുന്നത്. പിന്നീട് ഇപ്പോൾ അതിൽ 189 കൺട്രികൾ അതിന്റെ അകത്തുണ്ട്. മാനേജിംഗ് ഡയറക്ടർ ഇപ്പോഴത്തേത് ക്രിസ്റ്റാലിന ജോർജീവയാണ്. ഇതിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ട് വരുന്നത് ഗീത ഗോപിനാഥ് ആണ്. ഷീസ് ഫ്രം ബംഗാൾ എന്ന് മാത്രമല്ല, അവർക്ക് കേരളവുമായിട്ടും ചില കണക്ഷൻ ഉണ്ട്. നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഗീത ഗോപിനാഥ്. അങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടില്. IMF പ്രതിനിധിയെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ എക്കണോമിക് അഡ്വൈസർ ആയിട്ട് വെച്ചു എന്നൊക്കെയുള്ളൊരു നാട്ടിലൊരു വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഗീത ഗോപിനാഥ് ആണ് ഇപ്പോഴത്തെ IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ഫോം ചെയ്യുന്നത് ബ്രെറ്റൻ വുഡ് കോൺഫറൻസിൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഐഡിയയുടെ രണ്ട് വക്താക്കളായിട്ട് വരുന്നത് ഹാരി ഡെക്സ്റ്റർ വൈറ്റ്, അമേരിക്കക്കാരനായിട്ടുള്ള ഹാരി ഡെക്സ്റ്റർ വൈറ്റും അതുപോലെ സർ ജോൺ മെനാർഡ് കെയ്ൻസ്, പ്രധാനപ്പെട്ട UKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സർ ജോൺ മെനാർഡ് കെയ്ൻസുമാണ്. ഇവരുടെ ആശയങ്ങളിൽ നിന്നാണ് IMFനെയും വേൾഡ് ബാങ്കും ജന്മമെടുക്കുന്നത്. IMFന്റെ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത് 1st May to 30th April വരെയുള്ളതാണ് അവരുടെ ഫിനാൻഷ്യൽ ഇയർ. അത് പ്രകാരമാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ലോകരാഷ്ട്രങ്ങളുടെ ഓരോ വർഷത്തെയും അലൊക്കേഷനും റിസർവും എല്ലാം ക്രിയേറ്റ് ചെയ്തൊക്കെ ഈ ഒരു ആസ് പെർ ദിസ് ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടാണ് അവർ പബ്ലിഷ് ചെയ്യാറുള്ളത്. ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ഇൻഫർമേഷൻ ആണ്. ഓർത്തു വെക്കേണ്ട ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇവയെല്ലാം. അവരുടെ ഓപ്പറേഷൻസും അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് IMF എന്തൊക്കെയാണ്? ഈ IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ഒന്ന്, ക്രിയേഷൻ ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ. ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള മോണിറ്ററി കോർപ്പറേഷൻ ഉറപ്പുവരുത്തുക. ഫിനാൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോണിറ്ററി കോർപ്പറേഷൻ, പല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള മോണിറ്ററി കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് ഹാപ്പൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കോർപ്പറേഷൻ ഉറപ്പുവരുത്താൻ വേണ്ട ഒരു കോമൺ കറൻസിയും കറൻസി മെക്കാനിസം, ട്രേഡിംഗ് റൂളുകളും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ IMF അത്യാവശ്യമാണ്. പ്രൊമോഷൻ ഓഫ് ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അതുപോലെ
എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഒരുപോലെയുള്ള ട്രേഡിൽ പങ്കെടുക്കാനും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം നൽകാൻ വേണ്ടിയിട്ട് എവിടെയാണോ ലിക്വിഡിറ്റിയുടെ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കൊടുത്തു അവരെയും കൂടെ ട്രേഡിലേക്ക് ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ബാലൻസ്ഡ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ സ്റ്റെബിലിറ്റി ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, രാജ്യങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ഈ എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് SDRന്റെ മെക്കാനിസം കൂടെ പറയുന്ന, അത് വ്യക്തമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റിൽ അതിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അതിനെ മുൻകൂട്ടി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ. അതുകൂടെ പരിഗണിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇനി നമ്മൾ SDRന്റെ കോൺസെപ്റ്റ് കൂടെ പറയുമ്പോൾ അത് രണ്ടും കൂടെ മേർജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് IMF ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മൾട്ടിലാറ്ററൽ പേയ്മെന്റ് അറേഞ്ച്മെന്റ്, വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള പേയ്മെന്റ് അറേഞ്ച്മെന്റുകൾ, ഒന്നിലധികം രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം അഗ്രിമെന്റുകൾ, ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ പേയ്മെന്റുകൾക്ക് വേണ്ട മെക്കാനിസം ഒരുക്കി തരുന്നത് IMF ആണ്. അതിന്റെയും എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ അബോളിഷൻ ഓഫ് എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ്, രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള കറൻസി എക്സ്ചേഞ്ചിന്റെ റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ട് എടുത്തു ഒഴിവാക്കുകയും ഏത് കറൻസിയും മറ്റേത് കറൻസിയിലേക്ക് മാറ്റാനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ ഹെൽപ്പ് ഇൻ ഇന്റർനാഷണൽ പേയ്മെന്റ്സുകൾ, ഇങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെന്റുകളിൽ ഷോർട്ടേജ് സംഭവിക്കുന്ന ആളുകൾക്ക് അതിൽ ഡിസിക്ലിബ്രിയം സംഭവിക്കുകയും പേയ്മെന്റിന് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്ക് ലിക്വിഡിറ്റി എൻഷർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. അത് നമുക്ക് ആ പ്രോസസ്സ് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് SDRന്റെ പ്രോസസ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ മാൽ അഡ്ജസ്റ്റ്മെന്റ് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് BOPയിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, ഡിസിക്ലിബ്രിയം, അത്തരത്തിലുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നൽകുന്ന ഫിനാൻസ് കൊടുക്കുന്നതും IMF തന്നെയാണ്. ദെൻ എയ്ഡ് ടു മെമ്പർ കൺട്രീസ് ഡ്യൂറിങ് എമർജൻസി, അതുപോലെ ഷോർട്ട് ടൈം പീരീഡിൽ, വളരെ ഷോർട്ട് ടൈം പീരീഡിൽ മാത്രമാണ് ലോങ് ടേം ലോണുകൾ നൽകുന്നത് വേൾഡ് ബാങ്ക് ആണ്. ഷോർട്ട് ടേം പീരീഡിലുള്ള ഫണ്ട് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് എയ്ഡ് ആയിട്ട് കൊടുക്കുന്നത്, ഇവരൊരിക്കലും ഒരു ലോൺ കൊടുക്കുന്ന അതോറിറ്റി അല്ല, അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കരുത്. പകരം ഇവർ ഒരു അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ലോൺ ഷോർട്ട് ടേം ആയിട്ടുള്ള ലോണുകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ, ലോങ് ടേം ലോണുകൾ ഒരിക്കലും IMF കൊടുക്കാറില്ല. ഷോർട്ട് ടേം എമർജൻസി സിറ്റുവേഷൻസിൽ നൽകുന്ന ലോണുകൾ മാത്രമാണ് IMF പ്രൊവൈഡ് ചെയ്യുന്നത്. IMFന്റെ അകത്ത് തന്നെ രണ്ട് തരത്തിലുള്ള രണ്ട് കാറ്റഗറീസ് ഓഫ് മെമ്പേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ബ്രെറ്റൻ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് അതിന്റെ അഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ള കൺട്രികളെയാണ്, അവരെയാണ് ഒറിജിനൽ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് ഓർഡിനറി മെമ്പേഴ്സ് ആണ്. ഓർഡിനറി മെമ്പേഴ്സ് അതിന് ശേഷം പിന്നീട് ആരൊക്കെയാണോ സബ്സിക്വന്റ്ലി ബിക്കം ദി പാർട്ട് ഓഫ് IMF, ദേ ആർ ഓൾ കോൾഡ് ഓർഡിനറി മെമ്പേഴ്സ്. ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള വരുന്ന മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഒറിജിനൽ മെമ്പേഴ്സ് ആണെങ്കിലും ഓർഡിനറി മെമ്പേഴ്സ് ആണെങ്കിലും അവർക്ക് വോട്ടിംഗ് റൈറ്റിലൊക്കെ അവരുടെ കോട്ട അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഒരിക്കലും മെമ്പർ ഒറിജിനൽ മെമ്പർ ആണ് ഓർഡിനറി മെമ്പർ ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ല, കോട്ട ബേസിസിൽ വരുന്ന മെമ്പർഷിപ്പ് വോട്ടിംഗ് റൈറ്റ് ആണ് വരുന്നത്. അതും കൂടെ നമുക്ക് അതിന്റെ കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ വോട്ടിംഗ് റൈറ്റ് വരുന്നത് എന്നുള്ളത്. ദെൻ ക്യാപിറ്റൽ റിസോഴ്സ് ഓഫ് IMF. ക്യാപിറ്റൽ റിസോഴ്സുകൾ, അവരുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? IMFന് സ്വന്തമായിട്ട് എന്തില്ല, ഒരു വരുമാന മാർഗമില്ല. പകരം IMF അവരുടെ ക്യാപിറ്റൽ റിസോഴ്സ് ആയിട്ട് വരുന്നത് ത്രൂ സബ്സ്ക്രിപ്ഷൻസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. അതിലെ മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻസിലൂടെയാണ് വരുന്നത്. ആ മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻസ് എന്നാൽ എത്രയെന്ന് തീരുമാനിക്കുന്നത് അവര് IMFൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇന്റർനാഷണൽ ട്രേഡിൽ അവരുടെ പ്രാതിനിധ്യം എത്രയെന്നും അവരുടെ വെയ്റ്റഡ് ആവറേജ് ഓഫ് GDP ഇങ്ങനെ വരുന്ന കാര്യങ്ങളുടെ പരിഗണിച്ച ശേഷം അവർക്കൊരു കോട്ട നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം 100% കോട്ടയിലെ എത്ര ഭാഗമാണ് ഇന്റർനാഷണൽ ട്രേഡിൽ ആ പെർട്ടിക്കുലർ രാജ്യം നിർവഹിക്കുന്നത്, ആ കൺട്രിയുടെ പോർഷൻ എത്ര വരുന്നുണ്ട്, അതായിരിക്കും അവർക്ക് അനുവദിക്കുന്ന കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ കോട്ടയാണ് ഓരോ രാജ്യവും അവരുടെ എൻറോൾമെന്റിന്റെ സമയത്ത് IMF നിർണ്ണയിക്കുകയും ആ കോട്ട അവരെന്ത് ചെയ്യണം, SDRന്റെ വാല്യൂ വെച്ചിട്ടാണ് നിർണ്ണയിക്കുക. SDR എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് വെച്ചിട്ട് അതൊരു കറൻസി ഡിനോമിനേഷൻ പോലെ IMFന്റെ ഡിനോമിനേഷൻ ആയിട്ട് എടുക്കുന്നത് SDR ആണ്. SDR ഡിനോമിനേഷൻസിലാണ് ഓരോ രാജ്യത്തിന്റെയും കോട്ട നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ നിർണ്ണയിക്കപ്പെടുന്ന കോട്ട, ആ കോട്ടയുടെ 25% നമ്മുടെ SDR ഫോമിലും, SDR ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ബാസ്കറ്റ് കറൻസികളാണെന്നുള്ളത്. ആ 5 ബാസ്കറ്റ്സ് ഓഫ് കറൻസികൾ ഏതെങ്കിലും വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പേയ്മെന്റ് നടത്തേണ്ടത്.
ബാക്കി വരുന്ന 75% ആ രാജ്യത്തിന് സ്വന്തം കറൻസി എടുത്തും അടയ്ക്കാവുന്നതാണ്. 25% in SDR or hard currency. ഹാർഡ് കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കറൻസികൾ നമ്മൾ പറയുന്നുണ്ട്. SDR ബാസ്ക്കറ്റിൽ വരുന്ന 5 കറൻസികളും അതിന്റെ കൊമ്പോസിഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത്തരത്തിലൊക്കെ നൽകുന്ന കറൻസികളാണ്. അതായത് US ഡോളർ ഉണ്ട്, ചൈനീസ് യുവാൻ ഓർ റെൻമിൻബി ഉണ്ട്, യൂറോ ഉണ്ട്, അതുപോലെ ജപ്പാനീസ് യെൻ ഉണ്ട്, പിന്നെ പൗണ്ട് സ്റ്റെർലിംഗ് ഉണ്ട്. ഇത്തരത്തിലുള്ള കറൻസികളാണ് ഈ SDRന്റെ വാല്യൂല് വരുന്നത്. അത് വെച്ചിട്ടോ ബാക്കി വരുന്ന 75% സ്വന്തം രാജ്യത്തിന്റെ തന്നെ കറൻസി വെച്ചിട്ടോ ആണ് പേയ്മെന്റ് നടത്തുന്നത്. ഇങ്ങനെ നിർണയിക്കപ്പെടുന്ന ഈ കോട്ടയാണ് അതാത് രാജ്യത്തിന്റെ വോട്ടിംഗ് റൈറ്റിനെ നിർണയിക്കുന്നത്. വോട്ടിംഗ് റൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ലഭിക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനും അതുപോലെ മറ്റു രാജ്യങ്ങൾക്ക് നൽകേണ്ട ഫിനാൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ വരുന്ന വോട്ടിംഗ് റൈറ്റ് എല്ലാം ഈ ഒരു കോട്ട അടിസ്ഥാനത്തിലാണ്. സോ IMFന്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നത് ഓൺ ദി ബേസ് ഓഫ് ദിസ് കോട്ട ആയിരിക്കും. ഈ കോട്ട പ്രകാരമുള്ള വോട്ടിംഗ് റൈറ്റ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ 250 ഈച്ച് മെമ്പർ ആണെങ്കിൽ, ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും 250 വോട്ട്സ് ആയിരിക്കും ഉണ്ടാവും ഓൺ ദി ബേസ് ഓഫ് മെമ്പർഷിപ്പ്. അതിനുശേഷം നമ്മുടെ കൈവശമുള്ള ഓരോ 1 മില്യൺ SDRനും ഒരു വോട്ട് അഡീഷണൽ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ കൂടുതൽ കോട്ട കൈവശം വെച്ച രാജ്യങ്ങൾക്കായിരിക്കും കൂടുതൽ വോട്ടുകൾ ഉണ്ടാവുക. അങ്ങനെ നമ്മൾക്ക് കൂടുതൽ SDRകൾ വേണമെങ്കിൽ കൈവശം വെക്കാവുന്നതാണ്. കൂടുതൽ SDR ഹോൾഡിങ്സ് ആയിട്ട് കൈവശം വെക്കുകയാണെങ്കിൽ കൂടുതൽ വോട്ടിംഗ് റൈറ്റ് നമുക്ക് കിട്ടും. എങ്ങനെ കൂടുതൽ കൈവശം വെക്കുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ USA, ജപ്പാൻ ആൻഡ് ചൈനയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ SDR കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ. ആ കോട്ട കൈവശമുള്ള രാജ്യങ്ങൾ. അവർക്ക് ഇന്ത്യക്കെതിരെ 8ാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ വരുന്നത്. സ്പെഷ്യൽ ഡ്രോവിംഗ് റൈറ്റ്സ് ഫോർ SDR, അതിന്റെ മറ്റൊരു പേര് XDR, കറൻസിയിൽ അറിയപ്പെടുന്ന, ഇന്ത്യ ഇപ്പോൾ റുപ്പീസ് എന്നറിയപ്പെടുന്ന പോലെ SDR സ്പെഷ്യൽ ഡ്രോവിംഗ് റൈറ്റ്സിനെ വിളിക്കുന്നത് XDR എന്നാണ്. ഇതാണ് IMFന്റെ ഒഫീഷ്യൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, യൂണിറ്റ് ഓഫ് കറൻസി ആയിട്ട് അവർ ഉപയോഗിക്കുന്നത്. ഇത് ഒഫീഷ്യൽ റിസർവ്സ് ഓഫ് മെമ്പർ കൺട്രീസും ആണ്. ഈ 189 രാജ്യങ്ങളുടെ ഒഫീഷ്യൽ റിസർവ് കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ഒഫീഷ്യൽ റിസർവ് കറൻസി ആയിട്ട് വരുന്നത് SDR ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പിന്നെ ഡോളറും ഉണ്ട്. ഇത് മൂന്നുമാണ് നമ്മൾ ഒഫീഷ്യൽ റിസർവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ SDR നൽകുന്നത് IMF ആണ്. IMF കോട്ട വഴി നിർണയിക്കുകയും ആ നിർണയിക്കുന്ന SDRകള് ഓരോരോ മെമ്പർ കൺട്രിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1969-ലാണ്. ഇതിന്റെ മുന്നേക്ക് ചോദിച്ചൊരു ചോദ്യവും കൂടെ ഇതിന്റെ കൂടെ ഓർക്കുക. പേപ്പർ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഈ SDR ആണ്. കാരണം ഗോൾഡ് പോലെ തന്നെ ഇത് രാജ്യങ്ങൾ സംഭരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ റിസർവ് ഐറ്റം ആയതുകൊണ്ട് ഇതിനെ പേപ്പർ ഗോൾഡ് എന്ന് വിളിക്കുന്നുണ്ട്. SDRനെ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് കൂടെയാണ്. ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഇൻട്രസ്റ്റ് ബിയറിംഗ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് വേണേൽ വിളിക്കാവുന്നതാണ്. അതൊരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ്, യൂണിറ്റ് ഓഫ് കറൻസി ആണ്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് IMF ആണ് നമ്മൾ പറഞ്ഞത്. ഈ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആയിട്ടുള്ള ഒരു കറൻസിക്ക് സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു വാല്യൂ വേണമല്ലോ. അതിന്റെ വാല്യൂ എന്ന് വെച്ചാൽ അതൊരു കറൻസി എന്നുള്ള രീതിയിൽ അതിനൊരു വാല്യൂ ഇല്ല. അതിന്റെ വാല്യൂസ് വരുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ബിസിനസ്സിൽ പ്രാതിനിധ്യം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളുടെ കറൻസിയുടെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് SDRന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. സോ അതിനെ നമ്മൾ പറയാം SDR ബാസ്ക്കറ്റ് എന്നാണ്. വാല്യൂ ഓഫ് കറൻസി. ആ വാല്യൂ ഓഫ് കറൻസിയിൽ ഒരു ബാസ്ക്കറ്റിൽ 5 കറൻസികളാണ് വരുന്നത്. ആ 5 കറൻസികളുടെയും വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് SDRന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത്. അതിൽ വരുന്നത് US ഡോളർ ഉണ്ട്. US ഡോളറിന് അതിൽ 41.73% ആണ് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അവർക്ക് വരുന്ന ഭാഗം. യൂറോ ഉണ്ട് സെക്കൻഡ് പൊസിഷനിൽ 30.93, റെൻമിൻബി അഥവാ ചൈനീസ് യുവാൻ അതിന് 10.92, ജപ്പാനീസ് യെൻ 8.33 ആൻഡ് ബ്രിട്ടീഷ് പൗണ്ട് 8.09. ഈ ഒരു പ്രൊപ്പോർഷനിലേക്ക് വരുന്നത് SDR പ്രൊപ്പോർഷൻ 5 വർഷത്തിൽ കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യപ്പെടുക. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് റിവിഷൻ നടന്നത് 2015-ലാണ്. അത് 1 ഒക്ടോബർ 2016 മുതലേക്കാണ് അതിന്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നത്. 2015-ലാണ് ഈ റിവിഷൻ നടക്കുന്നത്.
അന്ന് നടന്ന റിവിഷനിലാണ് ചൈനീസ് റെൻമിൻബി ഒക്കെ ഈ ഒരു പ്രൊപ്പോർഷനിലേക്ക് കയറി വരുന്നതിന് മുമ്പ് ചൈനീസ് റെൻമിൻബി ഉണ്ടായിരുന്നില്ല. ഇന്റർനാഷണൽ ബിസിനസ്സിൽ ചൈന നേടിയ വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അവർക്കും കൂടെ ഇതിൽ പ്രാതിനിധ്യം വരുന്നത്. ഇങ്ങനെയുള്ള ഈ SDRന്റെ കറൻസി മൂല്യം, ഈ കറൻസികളുടെ ഈച്ച് കറൻസിയുടെയും മൂല്യം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് SDRന്റെ വാല്യൂ വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ കറൻസിയുടെ വാല്യൂ ഈച്ച് ഡേയിലും വ്യത്യാസപ്പെടും. ഓരോ ഡേയിലും കറൻസി വാല്യൂ വ്യത്യാസപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഓക്കെ, പക്ഷേ SDR ഇൻട്രസ്റ്റ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു SDRന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിർണ്ണയിക്കപ്പെടുന്നത് വീക്ക്ലി ബേസിസിലാണ്. വീക്ക്ലി ബേസിസിലാണ് SDRന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. അത് ഇൻട്രസ്റ്റ് നൽകുക കിട്ടുകയൊക്കെ വേണമെങ്കിൽ അതൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോഴേ അതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് അതിന്റെ വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ഇൻട്രസ്റ്റ് കൂടുതൽ അഡീഷണൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് weighted average of representative interest rate on short-term debt in the money market of SDR basket currencies ആണ്. SDR basket കറൻസികളുടെ റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യങ്ങളിലുള്ള ഷോർട്ട് ടേം ഡെപ്റ്റ് ഉണ്ടല്ലോ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളിൽ വരുന്ന അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ വെയ്റ്റഡ് ആവറേജിന്റെ അടിസ്ഥാനത്തിലാണ് SDR ബാസ്കറ്റ് കറൻസികളുടെ ഈ വാല്യൂസിന്റെ ഇൻട്രസ്റ്റ് രാജ്യത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളുടെ വെയ്റ്റഡ് ആവറേജിന്റെ അടിസ്ഥാനത്തിലാണ് SDRന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് ഈ SDRന്റെ പ്രോസസ് എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. SDR എന്നാൽ ആക്ച്വലി ഇറ്റ്സ് ഒരു കറൻസി, ഹാർഡ് കറൻസി ആയിട്ട് ഫ്രീലി യൂസബിൾ കറൻസി ആക്കിയിട്ട് മാറ്റാനുള്ള റൈറ്റ് ആണ് ആക്ച്വലി SDR എന്ന് വെച്ച് കഴിഞ്ഞാൽ. SDR ഓരോ രാജ്യവും IMFൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിർണ്ണയിക്കപ്പെടുന്ന കോട്ട നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും അവരുടെ പ്രാതിനിധ്യം അനുസരിച്ച് IMF SDRന്റെ ഒരു അലോക്കേഷനും അതുപോലെ SDRന്റെ ഹോൾഡിങ്സും കൊടുക്കും. SDR അലോക്കേഷൻ ആൻഡ് SDR ഹോൾഡിംഗ് ഉണ്ടാവും. ഇത് രണ്ടും നൽകുന്ന സമയത്ത് രണ്ടും ഒരേ ബാലൻസ്ഡ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും നൽകുക. അവരുടെ കോട്ട അടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കുന്നതാണ് SDR ഹോൾഡിങ്സും SDR അലോക്കേഷനും. ഈ SDR അലോക്കേഷന് നമ്മൾ ഇൻട്രസ്റ്റ് നൽകണം. അതുപോലെ SDR ഹോൾഡിങ് നമ്മൾ റിസർവ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അത് നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും? ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. നൽകുന്ന സമയത്ത് ലഭിക്കുന്ന ആദ്യ ഘട്ടത്തിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവില്ല? ഇൻട്രസ്റ്റ് അടയ്ക്കാനും ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ലഭിക്കില്ല. കാരണം അത് രണ്ടും തമ്മിൽ പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. പക്ഷേ ഈ SDR ഹോൾഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൈവശമുള്ള SDR ഹോൾഡിങ്സ് വേണമെങ്കിൽ IMF വഴി മറ്റു രാജ്യങ്ങൾ കൈമാറാം, SDR കൊടുക്കാം. എന്നിട്ട് പകരം മറ്റു രാജ്യങ്ങൾ SDR എന്നുള്ള ഒരു അലോക്കേഷൻ മെക്കാനിസം മനസ്സിലാക്കുക. IMF അല്ല തരുന്നത്. IMF ഇതിനു വേണ്ട ഒരു അറേഞ്ച്മെന്റ് മാത്രം ഒരുക്കി തരുന്നേ ഉള്ളൂ. ഏത് രാജ്യത്തിന്റെ കയ്യിലാണോ ഫ്രീലി യൂസബിൾ ആയിട്ടുള്ള ഹാർഡ് കറൻസി, നമ്മൾ ആ SDRന്റെ അകത്ത് പറഞ്ഞ കറൻസികൾ ഉണ്ടല്ലോ, ആ കറൻസികൾ ഫ്രീലി യൂസബിൾ ആയിട്ട് ആരുടെ കൈവശമാണോ കൂടുതലുള്ളത് അവർക്ക് വേണമെങ്കിൽ നമുക്ക് തരാം. പകരം നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ SDRന്റെ ഹോൾഡിങ്സ് എടുത്തിട്ട് അവർക്ക് നൽകണം. SDRന്റെ ഹോൾഡിങ്സ് അവർക്ക് നൽകി കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് എന്ത് ചെയ്യും? അവരുടെ ഹാർഡ് കറൻസി കിട്ടും. അവരുടെ ഹാർഡ് കറൻസി ആയിട്ട് നമ്മൾ ഡോളർ വാങ്ങിച്ചു നോക്കുക. ഡോളർ ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുക. എപ്പോഴാണ് നമുക്ക് ഡോളർ ആവശ്യം ഉണ്ടാവുക? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യത്തെ എക്സ്പോർട്ട് കുറവായിരുന്നു, ഇമ്പോർട്ട് കൂടുതലാണ്. അതിന് പിന്നെ അത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോറിൻ കറൻസി വേറെ മാർഗത്തിലൊന്നും കിട്ടിയില്ല. FDI MFI ഒന്നും വന്നില്ലേ നോക്കുക. അപ്പൊ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? പേയ്മെന്റ് നടത്തണം. ഔട്ട്സൈഡ് കൺട്രിക്ക് പേയ്മെന്റ് നടത്തണം. അവിടെ കയ്യിൽ ഡോളർ ഇല്ലതാണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള SDR എന്ത് ചെയ്യാം? മറ്റു രാജ്യത്തിന് കൈമാറാം IMF വഴി. എന്നിട്ട് അവരുടെ കയ്യിലുള്ള ഫോറിൻ റിസർവിന്റെ ഭാഗമായിട്ട് അവർ കീപ്പ് ചെയ്യുന്ന ഫ്രീലി ട്രാൻസ്ഫറബിൾ കറൻസി അത് നമുക്ക് തരും. ഈ SDR അവർക്ക് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എന്തെന്ന് പറയും? നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന അലോക്കേഷൻ ഉണ്ട്, അതുപോലെ SDR ഹോൾഡിംഗ് ഉണ്ട്. ഈ SDR ഹോൾഡിംഗ് കുറഞ്ഞു, അലോക്കേഷൻ കൂടി. അവിടെ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് മാറുന്നു. ആ SDR അലോക്കേഷൻ കൂടുന്നത് എത്രയാണോ കൂടുന്നത് അത്രയും ഈ SDR ഹോൾഡിങ്സിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ഇൻട്രസ്റ്റ് ആ രാജ്യത്തിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഏത് രാജ്യത്തിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഫ്രീലി ട്രാൻസ്ഫറബിൾ കറൻസി വാങ്ങിച്ചിട്ടുള്ളത് അവർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തണം. ഈ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വീക്ക്ലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്.
ഇനി നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഫോറിൻ റിസർവ് ഉണ്ടെന്ന് വെക്കുക, കൂടുതലായിട്ട് ഡോളറും പെണ്ട് കൈവശം വെക്കുന്ന രാജ്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലുള്ള അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഇതുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫർദർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും SDR ഇങ്ങോട്ട് വാങ്ങിക്കാം. പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൈവശമുള്ള ഫ്രീലി ട്രാൻസ്ഫർ ഡോളറൊക്കെ എന്ത് ചെയ്യാം അവർക്ക് കൈമാറാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനുള്ള ഈ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിക്വിഡിറ്റി പ്രശ്നം ഉള്ള രാജ്യങ്ങൾക്ക് അവർക്ക് ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനും, അതുപോലെ അത് കൂടുതലുള്ള രാഷ്ട്രങ്ങൾക്ക് അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൈമാറാനുള്ള ഒരു മെക്കാനിസമാണ് ആക്ച്വലി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, IMF SDR വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മെക്കാനിസത്തിന് വിളിക്കുക VTA എന്നാണ്, വോളണ്ടറി ട്രേഡിംഗ് അറേഞ്ച്മെന്റ് എന്നാണ്. വോളണ്ടറി ട്രേഡിംഗ് അറേഞ്ച്മെന്റ്. ഇതിന് ഈ വോളണ്ടറി ട്രേഡിംഗ് അറേഞ്ച്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ആക്ച്വലി IMF ചെയ്യുന്നത്. IMF ഇതിനൊരു ഫെസിലിറ്റേഷൻ ആയിട്ട് കൊടുക്കുന്നു. ഇതിന് വേണ്ട ഒരു കൺട്രികളെ ഏൽപ്പിച്ചു തരും. ചില സമയത്ത് അവരെയും വിളിച്ചിട്ട് അവരെയും കൂടെ ഇത് ചില SDRകൾ പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ള ഡയറക്ഷൻസ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, SDR ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതായാലും ഇങ്ങനെയുള്ള ഫ്രീലി യൂസബിൾ ആയിട്ടുള്ള കറൻസി നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ SDR അവർക്ക് കൈമാറണമെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് അവർക്ക് പേയ്മെന്റ് നടക്കുകയും ചെയ്യണം. അങ്ങനെ ഇതിന്റെ അകത്ത് വരുന്ന മെമ്പർ കൺട്രിക്ക് അകത്ത് വരുന്ന രാജ്യങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഈ ഇങ്ങനെയുള്ള പേയ്മെന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉണ്ടാവുന്നത്, ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ടാവുന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കൈവശമുള്ള SDR എന്ത് ചെയ്യാം, അങ്ങനെ ഈ ഒരു രീതിയിൽ അവർക്ക് കൈമാറുകയും ഫിനാൻസ് കണ്ടെത്തുകയും ചെയ്യാം. ഇതാണ് SDRന്റെ മെക്കാനിസം. ഇതുവഴി രാജ്യങ്ങൾക്ക് അവരുടെ എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റും. എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, അപ്പം കറൻസികൾ നമുക്ക് കൂടുതൽ ഡോളറിന്റെ സപ്ലൈ വേണം നോക്കുക. ആ ഡോളർ നമ്മുടെ കൈവശം ഇല്ലെങ്കിൽ ആ ഡോളർ എവിടുന്ന് കൊണ്ടുവരാം, ത്രൂ SDR കൈമാറി ഡോളർ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉണ്ടാവുന്നൊക്കെ, പുറത്തുള്ള ആളുകൾക്ക് വേണ്ട പേയ്മെന്റ് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പേയ്മെന്റിൽ ഡോളർ ഇല്ലെങ്കിൽ പകരം SDR കൈമാറുകയും എന്നിട്ട് ഡോളർ എന്ത് ചെയ്യാം, ആ ഡോളർ വാങ്ങിച്ചിട്ട് പേയ്മെന്റ് നടത്തുകയും ചെയ്യാം. ഇങ്ങനെയുള്ള വ്യത്യസ്ത രാജ്യങ്ങൾ, ഒന്നിലധികം രാജ്യങ്ങൾ തമ്മിലുള്ള കുറേയധികം രാജ്യങ്ങൾ തമ്മിലുള്ള അഗ്രിമെന്റുകളിലൂടെ ഈ ഒരു പ്രോസസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിന്റെ മൾട്ടിലാറ്ററൽ അഗ്രിമെന്റുകളായിട്ട് കൂടെ പരിഗണിക്കുകയും ചെയ്യുന്നത്. ദിസ് ഇസ് ഹൗ SDRs ആർ വർക്കിംഗ്. ഇങ്ങനെയാണ് SDR ഇപ്പോൾ ടോട്ടലി 204 ബില്യൺ SDRകളാണ് ഇൻ പ്ലേസ് ലോകത്ത് ഇപ്പോൾ നിലവിലുള്ളത്. ഈ SDR പല രാജ്യങ്ങളുടെയും കൈവശമാണുള്ളത്. അപ് ടു ഓരോ രാജ്യങ്ങൾക്കുമുള്ള അലോക്കേഷൻ വരെ അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള SDRകളിലൂടെ SDR കൈമാറ്റങ്ങളിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോറിൻ കറൻസി കണ്ടെത്താൻ പറ്റും. ഇതാണ് SDRന്റെ ഒരു എക്സ്ചേഞ്ച് മെക്കാനിസം. ഓപ്പറേഷണൽ സ്ട്രാറ്റജി ഓഫ് IMF. ഇപ്പൊ നമ്മൾ പറഞ്ഞ SDRന്റെ മെക്കാനിസത്തിലൂടെ അല്ലാതെ ലിക്വിഡിറ്റി എൻഷർ ചെയ്യാനുള്ള ഒരു മൾട്ടിലാറ്ററൽ അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതല്ലാതെ ഷോർട്ട് ടേം ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ നമ്മൾ IMF ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിലൂടെ നോക്കാം. അതിന് ആദ്യമായിട്ട് അവർക്ക് ബോറോയിങ് സ്ട്രാറ്റജി ഉണ്ട്. ബോറോയിങ് സ്ട്രാറ്റജി ഫണ്ടുകൾ വരുന്ന വ്യത്യസ്ത മാർഗങ്ങളുണ്ട്, എവിടെ നിന്നെല്ലാം ഇവർക്ക് ഫണ്ട് ലഭിക്കും എന്നുള്ളതാണ്. ഷോർട്ട് ടേം ലിക്വിഡിറ്റിക്ക് കൊടുക്കുന്ന കാശ് അവരുടെ ഇത് ആവശ്യമുള്ള വല്ല ഡെവലപ്പിംഗ് കൺട്രികളും അണ്ടർ ഡെവലപ്ഡ് കൺട്രികളൊക്കെ ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഫണ്ട് ആവശ്യം ഉണ്ടായിരിക്കും. അതിനുവേണ്ട ഫണ്ട് റിസോഴ്സ് ആയിട്ട് IMF കണ്ടെത്തുന്നത്, റിസർവ് ഫണ്ട് വരുന്നത് വ്യത്യസ്ത ഗവൺമെന്റുകളുടെ അറേഞ്ച്മെന്റുകളിലൂടെ, മറ്റുള്ള ഫോറിൻ ലോകത്തെ തന്നെ ഏറ്റവും വികസിതമായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ട് വരുന്ന കൺട്രികളിൽ നിന്ന്, അതുപോലെ സെൻട്രൽ ബാങ്കുകളിൽ നിന്ന്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന്, അതുപോലെ മറ്റ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് അതോറിറ്റികളിൽ നിന്നെല്ലാം ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രിമെന്റ് ആണ് GAB എന്ന് വിളിക്കുന്നത്, ജനറൽ അഗ്രിമെന്റ് ടു ബോറോ എന്ന് വിളിക്കുന്നത്. അത് ആ റൂൾ പ്രകാരം G10 രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് വരുന്ന 10 രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് കണ്ടെത്താനുള്ള, സപ്ലിമെന്ററി ഫിനാൻസ് കണ്ടെത്താനുള്ള അധികാരം IMFനുണ്ട്. അതുവഴി ലോകത്തിലെ ഏറ്റവും തന്നെ പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളായിട്ടുള്ള അന്ന് കാലത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, പഴയൊരു ഫണ്ടാണ്, 1962 വരുന്നത്. അമേരിക്ക, UK, സ്വീഡൻ മുതലായിട്ടുള്ള ഏകദേശം 10 രാജ്യങ്ങളാണ് ഈ ഒരു ജനറൽ അഗ്രിമെന്റ് ടു ബോറോയിൽ വരുന്നത്. അവരിൽ നിന്നും ഇവർക്ക് വേണ്ട ഫിനാൻസ് കണ്ടെത്താവുന്നതാണ്.
അതിനുശേഷം പിന്നീട് വന്നൊരു ന്യൂ അഗ്രിമെന്റ് ടു ബോറോ ഉണ്ട്, നാബ് എന്ന് വിളിക്കുന്ന ന്യൂ അഗ്രിമെന്റ് ടു ബോറോ. അത് 1990 വന്നിട്ടുള്ളതാണ്. അതിനുശേഷം പലപ്പോഴായിട്ടും ഇത് പ്രകാരം ഈ നാബ് ഉപയോഗിച്ചിട്ട് IMF ഫണ്ട് റിസോഴ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റു വ്യത്യസ്തമായിട്ടുള്ള 40 ഡിഫറെന്റ് മെമ്പേഴ്സിൽ, അതിൽ രാജ്യങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ബാങ്കുകളും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അടക്കമുള്ള ഏകദേശം 40ഓളം വ്യത്യസ്തമായിട്ടുള്ള മെമ്പേഴ്സിന്റെ കൈവശം അവരിൽ നിന്നും ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമാണ് ഇതുവഴി വരുന്നത്. അങ്ങനെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ അവർ കണ്ടെത്തുന്നത്. ആ ഫണ്ടുകളാണ് പിന്നീട് അവരുടെ ക്രെഡിറ്റ് സ്ട്രാറ്റജി വഴി അത് ആവശ്യമുള്ള ആളുകൾക്ക് കൈമാറുന്നത്. ലെൻഡിങ് സ്ട്രാറ്റജി നോക്കാം. ഇനി എങ്ങനെയാണ് അവർ ആ ഫണ്ട് കണ്ടെത്തുന്നത്? രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ലെൻഡിങ് സ്ട്രാറ്റജി നമുക്ക് പഠിക്കാനുണ്ട്, മറ്റൊന്ന് ക്രെഡിറ്റ് സ്ട്രാറ്റജി ഉണ്ട്. ലെൻഡിങ് സ്ട്രാറ്റജി ആദ്യം നോക്കാം. ഇത് ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് ആണ്. ആ ടെമ്പററി അറേഞ്ച്മെന്റിലൂടെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉള്ള രാജ്യങ്ങൾക്ക്, അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബ്രിയം ഉള്ളവർക്ക് ഷോർട്ട് ടേം ഫണ്ട് അവർക്ക് ലഭിക്കും. ഈ ഷോർട്ട് ടേം ഫണ്ട് ഓരോ രാജ്യങ്ങൾക്കും ലഭിക്കുന്നത് അതേ രാജ്യങ്ങൾ തന്നെ IMF മെമ്പർ ആവുന്ന സമയത്ത് സമർപ്പിക്കുന്ന അവരുടെ കോട്ടയുണ്ടല്ലോ, ആ കോട്ടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25% വരെ അത് ഹാർഡ് കറൻസിയിലും ബാക്കി വരുന്ന 75% അവർക്ക് ഓൺ കറൻസിയിലും കൈമാറാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു 25% വരെ അവരുടെ തന്നെ നമ്മൾ തന്നെ നൽകിയ ഫണ്ട് നമുക്ക് തന്നെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി വിത്ത്ഡ്രോൺ ഫ്രീ ഓഫ് ചാർജ് വിത്ത് ഓൺ ഡിസ്ക്രിപ്ഷൻ. നമുക്ക് തന്നെ തീരുമാനം എടുക്കുകയും വിത്തൗട്ട് എനി പ്രയർ അപ്രൂവൽ ഒന്നും ഇല്ലാതെ തന്നെ ഈ കോട്ട നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ഈ 25% വരെയുള്ള കോട്ടയാണ് നമ്മൾ റിസർവ് ട്രെഞ്ച് എന്ന് വിളിക്കുന്നത്. സോ ഓവറോൾ നമ്മൾ തിയറിറ്റിക്കലി സ്പീക്കിംഗ് 100% പിൻവലിക്കാം എന്നാണ് പറയുമെങ്കിൽ പോലും അതിൽ നമ്മൾ ഹാർഡ് കറൻസി ആയിട്ട് നൽകിയിട്ടുള്ള 25% വരെ റിസർവ് ട്രെഞ്ചിൽ വരുന്നുള്ളൂ. ആ റിസർവ് ട്രെഞ്ച് ആണ് പ്രത്യേകിച്ച് ഒരു അപ്രൂവലും ഇല്ലാതെ നമുക്ക് പിൻവലിക്കാൻ പറ്റുക. ഇനി ഈ റിസർവ് ട്രെഞ്ച് ആണ് ഏത് രാജ്യങ്ങളും ആദ്യത്തെ അവരുടെ ഫസ്റ്റ് റിസോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇനിയും അവർക്ക് ഡിസിക്ലിബ്രിയം ഉണ്ട്, കൂടുതൽ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ, ഹാർഡ് കറൻസിയുടെ ആവശ്യമുണ്ടെങ്കിൽ അതിനവർക്ക് പിന്നീട് ഈ റിസർവ് ട്രെഞ്ചും കഴിഞ്ഞ് ബാക്കി വരുന്ന 75% വരെ പിൻവലിക്കാവുന്നതാണ്. ആ 75% വരെ പിൻവലിക്കുകയാണ്. 25% താഴേക്ക് വരികയാണെങ്കിൽ തന്നെ അതിനെ നമ്മൾ വിളിക്കുക ക്രെഡിറ്റ് ട്രെഞ്ച് എന്നാണ്. ക്രെഡിറ്റ് ട്രെഞ്ച് എന്ന് വെച്ചാൽ റിസർവ് ട്രെഞ്ച് പൊസിഷന്റെ താഴേക്ക് ഫണ്ട് ആവശ്യപ്പെടുന്ന RTP, റിസർവ് ട്രെഞ്ച് പൊസിഷൻ നമ്മൾ പറഞ്ഞു 25% വരെയുള്ളതാണ് റിസർവ് ട്രെഞ്ച്. അതിന്റെ താഴേക്ക് വരുമ്പോൾ, അതിന്റെ റിസർവ് ട്രെഞ്ച് പൊസിഷന്റെ താഴേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ ക്രെഡിറ്റ് ട്രെഞ്ച് എന്ന് വിളിക്കും. ഈ ക്രെഡിറ്റ് ട്രെഞ്ചിൽ നിന്നും നമ്മുടെ ആ 75% നിന്നും നമ്മൾ പണം പിൻവലിക്കാൻ, നമ്മൾ നൽകിയ പണം ഓൺ കറൻസിയിലാണ്, നമ്മൾ പിൻവലിക്കുന്നത്, വിത്ഡ്രോ ചെയ്യുന്നത് ഫോറിൻ കറൻസിയിലാണ്, അത് ഡോളറിലായിരിക്കും നമ്മൾ പിൻവലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിൻവലിക്കുന്ന ഈ തുക നമ്മൾ തിരിച്ച് വിത്തിൻ 3 ഇയറിനകം എന്ത് ചെയ്യണം? റീപേയ്മെന്റ് നടത്തണം വിത്ത് ഇൻട്രസ്റ്റ് ആൻഡ് സർവീസ് ചാർജ്. അതിന് വേറെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ കാശ് തന്നെ നമ്മൾ ഓൺ കറൻസിയിൽ നൽകുന്നത് IMF നമുക്ക് സഹായമായിട്ട് ഫോറിൻ കറൻസിയിൽ തിരിച്ചു കൈമാറുന്നു. ആ തിരിച്ചു കൈമാറുന്ന കറൻസിക്ക് നമ്മുടെ തന്നെ പണത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് നൽകണം എന്നർത്ഥം. ഇതാണ് IMFന്റെ ഒരു സഹായത്തിന്റെ രീതി. നമ്മൾ നൽകിയത് ഓൺ കറൻസിയിലാണെങ്കിൽ ലഭിക്കുന്നത് ഡോളറിലായതുകൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യണം? അതിന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തിയിരിക്കണം. ഈ ക്രെഡിറ്റ് റേഞ്ച് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ 75% വരെ കൊടുക്കാവുന്നതാണ്. പക്ഷെ അതുവരെ മാത്രമല്ല, അതിന്റെയും ഫർദർ ആയിട്ട് ഇനിയും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നൽകാവുന്നതാണ്. അതിന് നമ്മൾ അടുത്തൊരു കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. അതാണ് ക്രെഡിറ്റ് സ്ട്രാറ്റജി. ക്രെഡിറ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് ഓരോ രാജ്യങ്ങൾക്കും അവരുടെ തന്നെ ഈ ടോട്ടൽ ക്രെഡിറ്റ് ട്രെഞ്ചിന്റെ 300% വരെ, ടോട്ടൽ കോട്ടയുടെ 300% വരെ പല വ്യത്യസ്ത രീതികളുണ്ട് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്ന വ്യത്യസ്ത മെക്കാനിസംസ് ഉണ്ട്. അതിലൂടെ അപ് ടു 300% വരെ നമുക്ക് പിൻവലിക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ അവൈലബിൾ ആണ്. ഈ വേസ് ഒക്കെയാണ്, ഇതെല്ലാമാണ് അവരുടെ ക്രെഡിറ്റ് സ്ട്രാറ്റജി വഴി നമുക്ക് ഫർദർ ആയിട്ട് പിൻവലിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇതിന്റെ കൂടെ ജനറൽ ആയിട്ട് ചില കാര്യങ്ങളോട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, ഈ ഫണ്ടുകൾ നമുക്ക് കൈമാറാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാബും നാബും ഒക്കെ വഴി ലോകത്തിൽ തന്നെ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫിനാൻസ് ആണ് വരുന്നത്. ഈ ഫിനാൻസ് അണ്ടർ ഡെവലപ്ഡും ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കാണ് കൈമാറപ്പെടുന്നത്. അവർക്കാണ് ഫിനാൻസിന്റെ പ്രശ്നം ഉണ്ടാവുക, അവർക്കത് കൈമാറും ചെയ്യും.
ഈ ഫിനാൻസ് കൈമാറുന്നവർക്ക് അതിന് ഇൻട്രസ്റ്റ് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത്. ഈ അറേഞ്ച്മെന്റ് അവർ ഒരുക്കി കൊടുക്കുന്നത് വഴി ഈ ആർക്കൊക്കെ സഹായം നൽകണമെന്നും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണെങ്കിൽ IMF-ന്റെ തന്നെ വോട്ടിംഗ് റൈറ്റ് വെച്ചിട്ടാണ്. ഈ വോട്ടിംഗ് റൈറ്റ് ഉള്ളത് ആർക്കാണ്? അത് വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് വരുന്ന രാജ്യങ്ങൾക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവരുടെ വോട്ടിംഗ് റേറ്റ് വെച്ചിട്ട് അവർ തീരുമാനിക്കണം ആർക്കൊക്കെ സഹായം നൽകണം, എത്ര എമൗണ്ട് നൽകണം എന്നുള്ള കാര്യം. ഈ സഹായങ്ങൾ ലഭിക്കാൻ ഇതിന്റെ മാത്രമല്ല, IMF-ന്റെ ആയിക്കോട്ടെ വേൾഡ് ബാങ്കിന്റെ ആയിക്കോട്ടെ, അവരുടെ സഹായങ്ങൾ ലഭിക്കാൻ ഈ ഫിനാൻസ് ലഭിക്കുന്നിടത്ത് അത് തീരുമാനിക്കുന്നത് ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ്. ഇനി ഈ രാജ്യങ്ങളുടെ ഇതിന്റെ കൂടെ തന്നെ അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് മിനിസ്റ്റീരിയൽ കോൺഫറൻസിലാണ്. മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വഴി വോട്ടിംഗ് റൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈക്വൽ വോട്ടാണ് ഓരോ രാജ്യങ്ങൾക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ. ഒരു അവരുടെ രാജ്യത്തിന്റെ ബൗണ്ടറി മറ്റൊരു ഫ്രീ ട്രേഡ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണോ വേണ്ടി എന്നൊക്കെ തീരുമാനിക്കുന്നത് WTO ആണ്. WTO-യുടെ അഗ്രിമെന്റുകൾ സ്വാഭാവികമായിട്ടും അവിടെ ഈക്വൽ വോട്ടാണെന്ന് പറയുകയാണെങ്കിൽ പോലും ഈ ഈക്വൽ വോട്ടുള്ള WTO നടപ്പാക്കുന്ന തീരുമാനങ്ങൾ IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും നിർദ്ദേശാടിസ്ഥാനത്തിലാണ് വരാറുള്ളത്. കാരണം ഇവര് പറയുന്ന ആളുകൾക്ക് ഫിനാൻസ് ലഭിക്കുള്ളൂ. ഈ ഫിനാൻസ് ലഭിക്കണമെങ്കിൽ IMF-ന്റെയും വേൾഡ് ബാങ്കിന്റെയും സഹായം ആവശ്യമാണ്. എന്നാൽ അതിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള വലിയ രാജ്യങ്ങൾ ചോദിക്കുന്നത് അവരുടെ മാർക്കറ്റുകളും അവരുടെ റിസോഴ്സുകളും ഇത്തരത്തിലുള്ള ചെറിയ രാജ്യങ്ങളുടെയും അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രികളുടെ മാർക്കറ്റ് അവർക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുക എന്നുള്ള കണ്ടീഷനാണ് വെക്കുക. അതിനു വേണ്ടിയിട്ടാണ് WTO ഒരു ഭാഗത്ത് അതിനുവേണ്ടി റൂളുകൾ തയ്യാറാക്കുന്നത്. ആ റൂളുകൾക്ക് അനുസൃതമായിട്ട് ഈ ലോകരാഷ്ട്രങ്ങൾ സ്വാഭാവികമായിട്ടും സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് ആവശ്യമുള്ള ഫിനാൻസ് നൽകണമെങ്കിൽ ഇവർ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ലോകത്തിന്റെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വികസിത രാജ്യങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്നും കൂടെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭാഗത്ത് WTO വഴി നിയമങ്ങൾ നിർമ്മിക്കുകയും അതുവഴി മറ്റു ഫിനാൻസ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള IMF-നെയും അതുപോലെ വേൾഡ് ബാങ്കിനെയും അവരുടെ കോട്ട ബേസിസിൽ അവർ വോട്ടിംഗ് റൈറ്റിലൂടെ കൺട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു ലോകത്തിന്റെ സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കൂടെയാണ് പലരും ഇതിന്റെ ഒരു ക്രിറ്റിസൈസും കൂടെ ആയിട്ട് മനസ്സിലാക്കണം. അതൊരു നമ്മളൊരു ടെക്സ്റ്റൽ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ അല്ലാതെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ വ്യൂവും കൂടെ കിട്ടുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നുള്ളത്. അതിന്റെ മുമ്പ് കൊളനൈസേഷന്റെ ഒക്കെ പഴയകാല രീതി എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് കടന്നു കയറിയിട്ട് അങ്ങോട്ട് ആക്രമിക്കായിരുന്നെങ്കിൽ ഇന്ന് WTO അഗ്രിമെന്റുകളിലൂടെയും അതുപോലെ ഈ IMF-ഉം വേൾഡ് ബാങ്കും നൽകുന്ന ഫിനാൻസിനെ കൺട്രോൾ ചെയ്തിട്ടുമാണ് മറ്റു രാഷ്ട്രങ്ങളെ എൻസ്ലേവ് ചെയ്യുന്നത്. അതിന്റെ പുതിയൊരു മോഡേൺ വേയിലേക്ക് മാറുന്നു എന്ന് മാത്രം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന 300% വരെയുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ അവൈൽ ചെയ്യുന്ന രാഷ്ട്രങ്ങൾ പിന്നീട് പൂർണ്ണമായിട്ടും അവരുടെ ഈ റൂളുകൾക്ക് അനുസൃതമായിട്ട് ബാക്കി ശിഷ്ടകാലം ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കാരണം അത്രയും ഹ്യൂജ് പേയ്മെന്റുകൾ തിരിച്ചടക്കണമെങ്കിൽ അത് പലർക്കും സാധിക്കാതെ വരും. ഇപ്പൊ ഇന്ത്യ പോലുള്ള രാഷ്ട്രങ്ങൾ, ഇന്ത്യയൊക്കെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് IMF-ൽ നിന്നും വേൾഡ് ബാങ്കിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ള രാജ്യത്തിൽ ഒന്നായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻസ് ഒരു തവണ നമ്മൾ എടുക്കുന്നതിലൂടെ പിന്നീട് സ്വാഭാവികമായും WTO-യുടെ അഗ്രിമെന്റുകൾ നമ്മൾ സൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാറുള്ളത്. ഏതൊക്കെയാണ് ഈ ഡിഫറെന്റ് ക്രെഡിറ്റ് സ്കീംസ് എന്ന് നോക്കാം. ഏതായാലും ഡിഫറെന്റ് ക്രെഡിറ്റ് സ്കീംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ബഫർ സ്റ്റോക്ക് ഫിനാൻസിംഗ് ഫെസിലിറ്റിയാണ് BSFF എന്ന് വിളിക്കും. അതുവഴി ഫിനാൻസിംഗ് ദി കമ്മോഡിറ്റി ബഫർ സ്റ്റോക്സ് ഓഫ് മെമ്പർ കൺട്രീസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു എസ്റ്റാബ്ലിഷ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. അത് ഓരോ ഈച്ച് മെമ്പർക്കും ക്യാൻ ഡ്രോ അപ് ടു 30% ഓഫ് ഇറ്റ്സ് കോട്ട ഇൻ ദിസ് ഫെസിലിറ്റി. റീപർച്ചേസ് ആർ മെയ്ഡ് ബിറ്റ്വീൻ 3.2 to 5 years. അവരുടെ കോട്ടയുടെ തന്നെ 30% വരെ അവർക്ക് പിൻവലിക്കാൻ പറ്റും. അതിന്റെ വിത്തിൻ 5 ഇയറിന്റെ അകത്തത് റീപേയ്മെന്റ് നടത്തിയിരിക്കണം. അത് ആദ്യം ക്രിയേറ്റ് ചെയ്തൊരു ഫണ്ടോടെയാണത് 1969 ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി EFF to meet balance of payment deficit ആണ്. It can be drawn more than the quota up to 300% of quota വരെ പിൻവലിക്കാവുന്നതാണ് for a maximum of 10 years, 10 വർഷത്തേക്ക് വരെ. And this facility was created 1974. മറ്റൊന്ന് സപ്ലിമെന്ററി ഫിനാൻസിംഗ് ഫെസിലിറ്റി SFF to meet a serious balance of payment problems ആണ്.
ഇവ ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്തത് 1977 സപ്ലിമെന്ററി ഫിനാൻസിംഗ് ഫെസിലിറ്റി. മറ്റൊന്ന് SAF ആണ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ടു ക്യാരി ഔട്ട് മീഡിയം ടേം ആൻഡ് മാക്രോ എക്കണോമിക് ആൻഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ആൻഡ് ഫോർ BOP ക്രൈസിസ്. അതുപോലെ മീഡിയം ടേം ലോങ് ടേം ആയിട്ടുള്ള സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസ്കുകളൊക്കെ വരുന്ന സമയത്താണ് അവൈലബിൾ ടു പുവർ കൺട്രീസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് അപ് ടു 10 years മെച്യൂരിറ്റി, 10 വർഷത്തേക്കുള്ള മെച്യൂരിറ്റി ഉള്ള ഫണ്ടാണ്. 50% ഓഫ് കോട്ട, അത് തന്നെ 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് 15%, 20% ആൻഡ് 15% ഇങ്ങനെയുള്ള 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ലഭിക്കുകയാണ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള വർഷം 1986. മറ്റൊന്ന് എൻഹാൻസ്ഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ESAF. ഇത് വരുന്നത് മീഡിയം ടേം ആൻഡ് ഫിനാൻസിംഗ് നീഡ്സ് ഓഫ് ലോ ഇൻകം കൺട്രീസ് ആണ്. ഇതിലൂടെ അപ് ടു 100% ഓഫ് കോട്ട, അത് ചില എക്സംഷൻ സിറ്റുവേഷനിൽ 250% വരെ എന്ത് ചെയ്യാം, പിൻവലിക്കാവുന്നതാണ് ഫോർ എ പീരീഡ് ഓഫ് 3 years. ക്രിയേറ്റ് ചെയ്യപ്പെട്ട 1987. മറ്റൊന്ന് കോമ്പൻസേറ്ററി ആൻഡ് കണ്ടിജൻസി ഫിനാൻസിംഗ് ഫെസിലിറ്റി CCFF for compensating increase of import cost or export shortfalls due to factors beyond the control. സിസ്റ്റമാറ്റിക് റിസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബിസിനസ്സിൽ ഉണ്ടാകുന്ന അൺകൺട്രോളബിൾ ആയിട്ടുള്ള റിസ്കുകൾ മൂലമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് കോമ്പൻസേറ്ററി ആൻഡ് കണ്ടിജൻസി ഫിനാൻസിംഗ് ഫെസിലിറ്റി, യുദ്ധങ്ങളൊക്കെ പോലെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വരുന്ന സമയത്ത്. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫോർമേഷൻ ഫെസിലിറ്റി STF ടു ഫേസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ഇത് റഷ്യൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് അതിൽ നിന്നും ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫണ്ടായിരുന്നു. ക്രിയേറ്റ് ചെയ്തത് 1993. USSRനെ വിഭജിച്ചിട്ട് വ്യത്യസ്ത രാജ്യങ്ങളായിട്ട് മാറുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ഈ ഒരു STF ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. മറ്റൊന്ന് എമർജൻസി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ലോൺസ് ESAL ടു ഹെൽപ്പ് ലാറ്റിൻ അമേരിക്കൻ ആൻഡ് ഏഷ്യൻ കൺട്രീസ് സഫറിംഗ് ഫ്രം ഫിനാൻഷ്യൽ ക്രൈസിസ്. 1999 ക്രിയേറ്റ് ചെയ്തത്. അന്ന് ഉണ്ടായിരുന്ന ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫണ്ടാണ് എമർജൻസി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് ലോൺസ്. മറ്റൊന്ന് കണ്ടിജൻസി ക്രെഡിറ്റ് ലൈൻ CCL ടു പ്രൊട്ടക്ട് ഫണ്ടമെന്റലി സ്ട്രോങ് കൺട്രീസ് ഫ്രം ദി കണ്ടേജിയൻ ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കറിംഗ് ഇൻ അതർ കൺട്രീസ്. ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് അത് മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രികൾക്ക്, ഫണ്ടമെന്റലി സ്ട്രോങ് കൺട്രികൾക്ക് നൽകുന്ന സഹായമാണ്. അത് അവർക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് അവരുടെ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് അവരിലേക്ക് കൂടെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങൾ അവർക്ക് ഉപയോഗിക്കാവുന്ന ഫണ്ടാണ് 1999 വന്നിട്ടുള്ള CCL. പക്ഷെ ഇതൊന്നും ഈ ഒരു ഫണ്ടൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല. അത് ആവശ്യമുള്ള സമയത്തുള്ള ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് ഇങ്ങനെ ഈ ഒരു ഫണ്ടുകൾ ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത ക്രെഡിറ്റ് സ്ട്രാറ്റജികൾ കൂടെ അവൈലബിൾ ആണ്. ഈ സ്ട്രാറ്റജികൾ വഴിയെല്ലാം മെമ്പർ കൺട്രീസിന് ഫിനാൻസുകൾ കണ്ടെത്താവുന്നതാണ്. അപ് ടു 10 year വരെയുള്ള വ്യത്യസ്ത ഫണ്ടുകൾ കണ്ടു. അപ് ടു 300% വരെയുള്ള പിൻവലിക്കാവുന്ന ഫണ്ടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെയുള്ള ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഫിനാൻസ് എടുക്കുന്ന രാജ്യങ്ങൾക്ക് കൈമാറുകയാണ് വേണ്ടത്. അങ്ങനെ ലോകത്ത് എവിടേക്കാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസും സീരിയസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്, അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്കുകൾ സംഭവിക്കുന്ന ഇന്റർനാഷണൽ ട്രേഡിന് സംഭവിക്കുന്ന പ്രോബ്ലങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ഈ ഒരു ഫിനാൻസിംഗ് ഫെസിലിറ്റികൾ ഉപയോഗിക്കാവുന്നതും IMF-ൽ നിന്നും അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്താവുന്നതുമാണ്. സോ ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്, നമ്മുടെ കോട്ട വരെ നമുക്ക് പിൻവലിക്കാമോ. SDR വെച്ചിട്ട് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ റിസർവിനെ നമുക്ക് ചാനലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടാതെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം അത് IMF വഴി ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത ഫങ്ഷൻസ് ആണ് IMF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള സുഗമമായ ഇന്റർനാഷണൽ ട്രേഡ് സംഭവിക്കും. ഇതാണ് ഓവറോൾ ആയിട്ട് IMF ഉദ്ദേശിക്കുന്ന, IMF ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫങ്ഷൻസ്. ഓക്കെ, ഇത്രയുമാണ് IMF-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതൊരു കുറേയധികം കോൺസെപ്റ്റ്സുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അകത്ത്. നമ്മൾ SDR-ഉമായിട്ട് ബന്ധപ്പെട്ടതും എക്സ്ചേഞ്ച് റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ എങ്ങനെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ IMF ചെയ്യുന്നത് എന്നുകൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ക്ലിയർ ആക്കി വെക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ IMF-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്റർനാഷണൽ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന മറ്റുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള വേൾഡ് ബാങ്ക് അതുപോലെ UNCTAD, ഇത് രണ്ടും കൂടിയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അവ
നമ്മൾ നെക്സ്റ്റ് സെഷൻസിലാണ് പറയുന്നത്. അവയും കൂടെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു.